ഫട്നാവിസെ ഔറംഗസേബിൻ്റെ കല്ലറ ബുൾഡോസർ കൊണ്ട് പൊളിച്ചു കളയണം. ഇത് പറയുന്നത് തെലങ്കാനയിൽ നിന്നുള്ള BJP MP ടൈഗർ രാജാ സിംഗ് ആണ്. പറയാൻ കാരണമുണ്ട്. രാജാ സിംഗ് പറയുന്നു, ഇന്ത്യ കണ്ട ഏറ്റവും ക്രൂരനായ മുഗൾ ചക്രവർത്തിയായിരുന്നു ഔറംഗസീബ്. അച്ഛനെ ജയിലിലാക്കി, സഹോദരനെ കൊന്നു, സഹോദരിയെ കൊന്നു, മകനെ കൊന്നു. ഛത്രപതി സംഭാജി ശിവാജി മഹാരാജാവിൻ്റെ മകനെ 41 ദിവസത്തോളം ചതിയിലൂടെ പിടിച്ച് 41 ദിവസത്തോളം പീഡിപ്പിച്ച് കണ്ണു ചൂഴ്ന്നെടുത്ത് നാവ് മുറിച്ച് കൈകാലുകൾ വെട്ടി നായ്ക്കിട്ട് കൊടുത്ത് മുടി മുഴുവൻ പിഴുതെടുത്ത് പീഡിപ്പിച്ചിട്ടും മതം മാറാൻ സംഭാജി തയ്യാറായില്ല. ആ സംഭാജിയെ ഇത്ര ക്രൂരമായി പീഡിപ്പിച്ചു കൊന്ന ഈ മുഗൾ ഭീകരൻ്റെ ശവകുടീരം എന്തിനാണ് പഴയ ഔറംഗാബാദിൽ വെച്ചിരിക്കുന്നത്? കാരണം രാജാ സിംഗ് ചോദിക്കുന്നു, ഔറംഗാബാദിൻ്റെ പേര് ഛത്രപതി സംഭാജി നഗർ എന്ന് മാറ്റി. സംഭാജി നഗർ എന്നുള്ള പേര് മാറ്റിക്കഴിഞ്ഞപ്പോൾ ഈ രാക്ഷസൻ്റെ കുടീരം അവിടെ വെക്കുന്നത് ശരിയാണ്, പൊളിച്ചു കളയണം ഫട്നാവിസെ എന്നാണ് രാജാ സിംഗ് പറയുന്നത്. രാജാ സിംഗ് വളരെ കുപ്രസിദ്ധനാണ് കുറച്ചു പേർക്കെങ്കിലും. കാരണം രാജാ സിംഗ് 2018 പറഞ്ഞു, ഇന്ത്യയിൽ നിരോധിക്കേണ്ട വസ്തുവാണ് ഖുറാൻ എന്ന് പറഞ്ഞു. ബംഗ്ലാദേശിൽ നിന്നും റോഹിംഗ്യയിൽ നിന്നും ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായി വന്നിട്ടുള്ള മുസ്ലിം നുഴഞ്ഞുകയറ്റക്കാരെ കിട്ടുന്നിടത്ത് വെച്ച് വെടിവെച്ച് കൊല്ലണമെന്നൊക്കെ ആവശ്യപ്പെട്ടു. ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളിലൂടെ ചില ആളുകൾ കുപ്രസിദ്ധനാണെന്ന് വരുത്തി തീർത്ത ആളാണ് രാജാ സിംഗ്. രാജാ സിംഗിൻ്റെ ഈ ആവശ്യം സംഭാജി നഗറിൽ എന്തിനാണ് സംഭാജിയെ കൊന്ന ഔറംഗസേബിൻ്റെ ശവകുടീരം എന്ന ചോദ്യത്തിനകത്ത് ഒരു ചെറിയ കഴമ്പില്ലേ ഉണ്ടല്ലോ. അത് ഇപ്പോൾ ചാവ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ വിക്കി കൗശലും അക്ഷയ് ഖന്ന ഗംഭീരമായിട്ട് ഔറംഗസേബിനെ അവതരിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രക്തം ഉറഞ്ഞു പോകും, കണ്ണുകളും മുഖവും കൊണ്ട് മാത്രം, സംസാരമില്ലല്ലോ. അക്ഷയ് ഖന്നയുടെ നടപ്പ്, ചെരിഞ്ഞുള്ള നടപ്പ്, അത് ഈ കമനീയമായ വേഷഭൂഷാദികളൊന്നുമില്ലാതെ ഒരു ഒറ്റ വേഷമാണ് ത്രൂ ഔട്ട് ഔറംഗസേബിനെ. മിക്കവാറും കിടപ്പാണ്, ഒരു പച്ച മുന്തിരി നിന്നുകൊണ്ട് കിടക്കുന്നു. അതെ, അത് വൃത്തിയായിട്ടൊന്നും അല്ല സിംഹാസനത്തിൽ. പിന്നെ സംഭാജിയെ പിടിക്കുന്നത് വരെ, മറാത്ത സാമ്രാജ്യത്തിനെ നശിപ്പിക്കുന്നത് വരെ കിരീടം വെക്കില്ല എന്ന് വെക്കില്ല. കിരീടം വെക്കാതെ തന്നെ കിളവൻ വീണ് ചത്തു. അതെ. അപ്പോൾ ഗംഭീരമായ ഒരു സിനിമ, ഇപ്പോൾ ക്ലാസിക്കാണ് ആ സിനിമ. അത് ഈ ടെക്നീഷ്യൻസിനൊക്കെ വളരെ കാലം പഠിക്കാവുന്ന ധാരാളം ഷോട്ടുകളും സീക്വൻസുകളും ഒക്കെ ഉള്ള പടമാണ്. സാങ്കേതിക വിദ്യയിലുമൊക്കെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ് അത് നിൽക്കുന്നത്. പിന്നെ ഓരോ ഫ്രെയിമും പൂർണ്ണമാണ് അതിൻ്റെ. അത് ഗംഭീര സിനിമയാണ്. അല്ല, ഇത് സിനിമ ഞാനും എൻ്റെ ഭാര്യയും കൂടെ കേട്ടോ കണ്ടിറങ്ങുമ്പോൾ എൻ്റെ ഭാര്യ തിയേറ്ററിൽ നിന്ന് കരയായിരുന്നു അവസാനം. അപ്പോൾ ഇറങ്ങി വന്നിട്ട് ഭാര്യ എന്നോട് ചോദിച്ചു, എന്താണ് നമ്മളൊന്നും പഠിച്ചപ്പം നമ്മൾ സംഭാജിയെക്കുറിച്ച് പഠിച്ചിട്ടില്ലല്ലോ, ഔറംഗസേബ് എന്ന് പറഞ്ഞാൽ ഈ ക്രൂരനെക്കുറിച്ചാണല്ലോ പഠിച്ചിട്ടുള്ളത്. നമ്മുടെ പാഠ്യപദ്ധതിയുടെ ഒരു കുഴപ്പം ആലോചിച്ച് നോക്കിയേ. നമ്മുടെ രാജ്യത്തെ കീഴ്പ്പെടുത്തി ഇവിടുത്തെ പൈതൃകത്തെ നശിപ്പിച്ച, ഇവിടുത്തെ ആളുകളെ കൂട്ടക്കൊല ചെയ്ത, ഇവിടുത്തെ ആളുകളെ കൂട്ടത്തോടെ മതം മാറ്റിയ, കൊള്ളയടിച്ച ആളുകളെക്കുറിച്ച് പഠിക്കും. അവർക്കെതിരെ ചെറുത്തു നിന്ന വീരന്മാരെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടില്ല. സംഭാജിയെ എത്ര പേർക്കറിയാം? അതെ, അതായത് ഈ മുഗളന്മാരുടെ കൂടെ നിൽക്കണം, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കൂടെ നിൽക്കണം. അങ്ങനെ നിന്നിട്ടുള്ള കഥാപാത്രങ്ങൾ മാത്രമേ സിലബസിലുള്ളൂ. അത് രണ്ടും ചെയ്യുന്നതാണ് സെക്യുലറിസം എന്നാണ് നമ്മളെ പാഠപുസ്തകങ്ങൾ വഴി പഠിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ രാജാ റാം മോഹൻ റായിയെ പറ്റി നമ്മൾ ചില കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു. രാജാ റാം മോഹൻ റായിക്ക് രാജ എന്നുള്ള പട്ടം, അതൊരു പട്ടമാണ്, അല്ലാതെ രാജാവായിട്ടല്ല. ബഹുമതിയാണ്. ആ ബഹുമതി കൊടുത്തത് അക്ബറാണ്. ആ ബഹുമതിയാണ് കൂടെ കൊണ്ട് നടന്നത് ഈ മോഹൻ റായ്. അല്ല, എനിക്ക് ഈ സിനിമയിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയത് ഇങ്ങനെ പീഡിപ്പിച്ച് ദേഹം മുഴുവൻ മുറിവുകളിൽ ഉപ്പ് തേക്കും. ഒന്ന് സംഭാജിയുടെ കരച്ചിലൊന്ന് കേൾക്കണം. ഔറംഗസേബിന് ഒരിക്കലും കേൾക്കാൻ പറ്റിയില്ല. നഖം മുഴുവൻ പിഴുതെടുത്തു, കരച്ചിൽ കേട്ടില്ല. മുടി പിഴുതെടുത്തു, കേട്ടില്ല. കണ്ണു ചൂഴ്ന്നെടുത്തു, എന്നിട്ടും കേട്ടില്ല. ജയ് ഭവാനി എന്ന്, ജഗദംബ എന്ന് മാത്രമാണ് അപ്പോൾ വിളിക്കുന്നത്. അവസാനം നാവ് പിഴുതെടുത്തു. നാവ് പിഴുതെടുക്കുന്നതിന് മുമ്പ് ഇയാൾ കരഞ്ഞില്ല, ഈ ഛത്രപതി കരയുന്നില്ല എന്ന് ഓരോ പ്രാവശ്യവും ചെന്ന് ഔറംഗസേബിനോട് പറയുകയാണ്. ഔറംഗസേബ് പടയാളികളെ മുഴുവൻ അവിടുന്ന് മാറ്റിയിട്ട് ഈ കഴുമരം പോലെയുള്ള സ്ഥലത്ത് ബന്ധിക്കപ്പെട്ടിരുന്ന സംഭാജിയെ ചെന്ന് കണ്ടിട്ട്, വിക്കി കൗശലിനെ ചെന്ന് കണ്ടിട്ട് പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യേ, നീ
മുഗളന്മാരുടെ പക്ഷത്ത് നിൽക്ക്, എൻ്റെ മതം സ്വീകരിക്ക്, നിന്നെ വെറുതെ വിടാം എന്ന് പറയുന്നു. അപ്പോൾ സംഭാജി പറയുന്നുണ്ട്, നീ ഒരു കാര്യം ചെയ്യും, നീ ഞങ്ങളുടെ പക്ഷത്ത് നിൽക്ക്, മതം പോലും മാറണ്ടെന്ന്. അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അതാണ് സെക്യുലറിസം. കാരണം സ്വരാജ്യത്തിന് വേണ്ടി, സ്വരാജ്യ എന്നുള്ള വാക്ക് പലതവണ വരുന്നുണ്ട് സിനിമയില്. സ്വരാജ്യത്തിന് വേണ്ടിയാണ് എൻ്റെ പോരാട്ടം. എന്താണ് സ്വരാജ്യം എന്ന് ഇയാൾ ചോദിക്കുന്നത്, ഇയാൾക്ക് മനസ്സിലാവുന്നില്ല. ഈ കൊള്ളക്കാരനെ കുറിച്ചാണ് നമ്മൾ അബുൽ കലാം എന്ന് പറയുന്ന ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയുടെ കാലത്തുണ്ടാക്കിയ പാഠ്യപദ്ധതി, അബുൽ കലാം ആസാദിൻ്റെ, അബ്ദുൾ അല്ലല്ലോ അബുലാണ് അല്ലേ, അബുൽ കലാം ആസാദിൻ്റെ കാലം മുതൽ ഇന്ന് വരെ ഉണ്ടായ പാഠ്യപദ്ധതിയിൽ ഈ ഭീകരന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. നമുക്ക് അവരുടെ ചിത്രം കണ്ടാൽ പോലും അറിയാം. സംഭാജിയെ പോലുള്ള വീര പോരാളികളെ നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ എന്തിനാണ് സംഭാജി നഗർ എന്ന് സംഭാജിയെ ബഹുമാനിക്കാൻ വേണ്ടി പേരുമാറ്റിയ ഔറംഗാബാദിൽ ഇപ്പോഴും ഈ രാക്ഷസന്റെ ശവകുടീരം കാത്തു സൂക്ഷിക്കുന്നത്? ഒരാവശ്യമില്ല. ഹിന്ദുക്കളെ മാത്രമല്ല അയാൾ ദ്രോഹിച്ചത്, ഈ ഗുരു ഗോവിന്ദ് സിംഗിന്റെ പരമ്പര, സിഖുകാരെ ഒക്കെ മറ്റേ വലിയ വാഹനങ്ങളിലൊക്കെ 2000 ജഡവുമായിട്ടൊക്കെയാണ് ഈ മകനെയൊക്കെ കൊണ്ടുപോകുന്നത്, ഗുരു ഗോവിന്ദ് സിംഗിൻ്റെ ഒക്കെ. എന്നിട്ട് കൊട്ടാരത്തിൽ കൊണ്ടുപോയി പീഡിപ്പിക്കുക, തടവറയിലിടുക എന്ന് പറഞ്ഞിട്ട്. കാരണം എല്ലാവരെയും ഇസ്ലാമിലേക്ക് ആദരിക്കുക എന്നുള്ളത് മാത്രമാണല്ലോ ഈ ഔറംഗസേബും മുഗളന്മാരും ഒക്കെ പഠിച്ചിരിക്കുന്നത്. ഈ ഔറംഗസേബ് സെക്കുലറാണെന്ന് പറഞ്ഞിട്ട് അടുത്ത കാലത്തൊരു മദാമ്മ പ്രൊഫസർ പുസ്തകം എഴുതിയിട്ടുണ്ട്, ഇത് ഭയങ്കര പുസ്തകമാണ് എന്ന് പറഞ്ഞ് പല അവരെ ഇന്ത്യയിലെ പല സെമിനാറുകൾക്കും വിളിക്കാറുമുണ്ട് ഈ സ്ത്രീയെ. ഉറപ്പല്ലേ, വിളിക്കാൻ പ്ലാറ്റ്ഫോം ഉണ്ടാവുമല്ലോ. അമേരിക്കയിലെ ഒരു പ്രൊഫസറും അക്കാദമിഷ്യനും ഒക്കെ ആയിട്ട് അറിയപ്പെടുന്ന സ്ത്രീയാണ്. ഇയാൾ സെക്കുലറാണെന്ന് ശീർഷകത്തിൽ പോലും ഉണ്ട് പുസ്തകത്തിൻ്റെ. 2500 ക്ഷേത്രങ്ങളോ മറ്റോ തകർത്തിട്ടുണ്ട്, പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങൾ ഇന്ത്യയിലുടനീളം, കാശി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ. ഈ കല്ലിൽ അങ്ങനെ തന്നെ കൊത്തി, പാറയിൽ അങ്ങനെ തന്നെ കൊത്തിയിരിക്കുന്ന ക്ഷേത്രം തകർക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് ഗുഹാക്ഷേത്രങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അല്ല, മുമ്പൊരിക്കൽ ആരോ എഴുതിയിരുന്നത് വായിച്ചത്, ഡൽഹിയിൽ ഇറങ്ങി നിന്നാൽ നമുക്ക് തോന്നും ഡൽഹിയിലാണോ ലാഹോറിലാണോ നിൽക്കുന്നത്. കാരണം അക്ബർ റോഡ്, ഹുമയൂൺ റോഡ് എന്ന് പേരുകൾ മുഴുവൻ അങ്ങനെയാണ്. ലാഹോറിൽ കാണുന്നത് പോലെയാണ് ഡൽഹിയിലെ റോഡുകളെന്ന്. ഇപ്പോൾ രേഖാ ഗുപ്ത ഡൽഹിയുടെ മുഖ്യമന്ത്രിയായി. ഒരുപക്ഷെ ഇന്ത്യയുടെ വീരപുരുഷന്മാരുടെയും നമ്മുടെ പ്രതാപശാലികളായ നമ്മുടെ രണധീരന്മാരുടെ പേരുകളിൽ ഒരുപക്ഷെ ഡൽഹി ഇനി അറിയപ്പെടാൻ സാധ്യതയുണ്ടല്ലേ. ഈ ഡൽഹിയിൽ നമ്മളൊരു ടൂറിസ്റ്റായിട്ട് പോയിട്ട് ഈ ഹുമയൂണിൻ്റെ ഖബറ്, ഹുമയൂൺ ടോംബ്, പല ആളുകളുടെ ഖബറുകൾ ഒരുപാടുണ്ട് അവിടെ ഖബറുകൾ. കാരണം മുഗൾ തലസ്ഥാനമായിരുന്നല്ലോ. അതെല്ലാം കണ്ടു കഴിയുമ്പോൾ നമുക്ക് വല്ലാത്തൊരു മ്ലാനതയാണ് ഉള്ളിൽ വരിക. കാരണം ഒരുപാട് ഏക്കർ ഓരോ ഖബറിനുമുണ്ട്. ഈ സ്ഥലങ്ങളൊക്കെ ഈ ഖബറെടുത്ത്, ഇപ്പോൾ ഔറംഗസേബിൻ്റെ ഖബറെടുത്ത് കളയണം എന്നാണല്ലോ ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഔറംഗസേബ് ശരിക്കും മരിച്ചിരിക്കുന്നത് അഹമ്മദ് നഗറിലെ ബംഗാറിലാണ് 1707 മാർച്ച് 3 സിനിമയിൽ അപ്പം തന്നെ മരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ സംഭാജി 1689 മരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് 1707 മരിക്കുന്നത്. അതിലൊരു അക്ബറിനെ കാണിക്കുന്നുണ്ട്, മിർസ അക്ബർ സിനിമയിൽ. അത് മറ്റേ അക്ബർ അല്ല, അത് അക്ബർ ചക്രവർത്തിയല്ല, അത് ഔറംഗസേബിന്റെ 4ാമത്തെ മകൻ. അക്ബർ ചക്രവർത്തി ഹുമയൂണിന്റെ മകനായിരുന്നു. തന്ത കൊല്ലാതിരിക്കാൻ വേണ്ടി അയാൾ ഒളിച്ചു നടക്കുകയാണ്, സംഭാജിയുടെ സഹായം തേടി വരുന്നുണ്ട്. അതെ, സംഭാജിയുടെ കൂട്ടത്തിലായിരുന്നു 5 കൊല്ലം വിമതനായിട്ട്. ഔറംഗസേബിനെതിരെ പ്രവർത്തിച്ചുകൊണ്ടാണ് നിന്നത്. ആദ്യഘട്ടത്തിൽ സംഭാജിയും മുഗളന്മാരുടെ കൂടെ ചേർന്ന് ശിവാജിക്കെതിരെ പ്രവർത്തിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഇതിൽ കാണിക്കുന്ന ചരിത്രത്തിന് മുമ്പ്. ഇതിൽ സംഭാജി ശിവജിയുടെ മരണത്തിന് ശേഷം ആണ് രാജാവാകുന്നത്. ഈ സംഭാജിയെ രാജാവാക്കണം എന്ന് പോലും ശിവജിക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ചരിത്രം. സഹോദരൻ രാജാറാമാണ് ഇതിൽ പ്ലോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സംഭാജിക്കെതിരെ. സിനിമയിലും കാണാം ഈ സഹോദരൻ. പിന്നീട് സഹോദരൻ രാജാവാകുന്നുണ്ട് സംഭാജിക്ക് ശേഷം. പക്ഷെ സംഭാജി രാജാവായ ശേഷം ശരിക്കും ഒരു ഹിന്ദു വീര്യമുള്ള ഒരു രാജാവായി എന്തൊരു പോരാട്ടമാണ് നടത്തിയത്. ജീവിത അവസാനം വരെയും പോരാടുകയാണ് ചെയ്തത്. അപ്പോൾ ഇത്തരം ആളുകളെ പറ്റിയല്ല നമ്മുടെ സിലബസിൽ പഠിപ്പിക്കുന്നതെന്നൊക്കെ ഉള്ളത് ശരി. പക്ഷേ ഈ ഹിന്ദു മതത്തിന് വേണ്ടി ഈ നേരത്തെ പറഞ്ഞില്ലേ ഡൽഹിയിലെ ഈ ശ്മശാനങ്ങളൊക്കെ കൈകാര്യം ചെയ്യാനോ മറ്റോ നേരത്തെ
ഓർഗനൈസറിൻ്റെ പത്രാധിപരായിരുന്ന ആളെ വെച്ചിട്ട് തരുൺ വിജയ് ഈ മോണിമെന്റൽ എന്തൊരു അതിനൊരു കമ്മിറ്റിയെ രൂപവൽക്കരിച്ചിരുന്നു. അപ്പോൾ ഇത് മാറുന്നാണ് ഞാൻ കരുതിയത്. അതിൽ ആ ഖബർ എടുത്തു മാറ്റണം എന്നാണ് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഈ ഖബർ എടുത്തു മാറ്റണം ഹുമയൂണിൻ്റെ എന്നൊന്നും നമ്മൾ പറയില്ല എങ്കിൽ പോലും ആ ഖബർ അവിടെ നിലർത്തിക്കൊണ്ട് ബാക്കി സ്ഥലം ഏറ്റെടുത്തിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം. അതും ഡൽഹി പോലൊരു സ്ഥലത്ത്, ഈ കണ്ണായ സ്ഥലത്താണ് ഇതൊക്കെ ഇരിക്കുന്നത്. എന്തൊക്കെ സ്ഥാപനങ്ങൾ അവിടെ പടുത്തുയർത്താം. ഒരു മൂലയ്ക്ക് ആ ഖബർ ഇരുന്നോട്ടെ എന്ന് വെച്ചാൽ പോലെ. അല്ല, അതൊക്കെ വഖഫിന്റെ ആണെന്ന് ഇപ്പോൾ പറയുന്നത്. അതൊക്കെയാണ്, അതിൽ കുറെ സ്ഥലങ്ങളാണ് മൻമോഹൻ സിംഗ് ഇലക്ഷന് തൊട്ട് മുമ്പ് 23 സ്ഥലം വഖഫിന് കൊടുത്തത്. അതൊക്കെ തിരിച്ചു പിടിച്ചു അതൊക്കെ. അല്ല, ഈ മോണുമെന്റ് അതിപ്പോൾ നമുക്ക് ഈ എനിമി പ്രോപ്പർട്ടി ഭേദഗതി വന്നിട്ടുണ്ട്, വഖഫ് ഭേദഗതിയും വരുന്നുണ്ട്. ഇതൊക്കെ സ്മാരകങ്ങൾ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ഇനി അത്തരം കാര്യങ്ങളൊക്കെ സാംസ്കാരിക രംഗത്ത് അധികം ഇടപെടുന്നില്ല കേന്ദ്ര സർക്കാർ. ഇപ്പം അക്കാദമികളൊക്കെ ഇപ്പോഴും ഇടതുപക്ഷത്തിൻ്റെ കൂടെയല്ലേ. പ്രഭാവർമ്മയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി ഇപ്പോഴും ഭരിക്കുന്നത്. അപ്പോൾ ഈ വക പരിപാടികൾ സാംസ്കാരിക രംഗത്ത് വലിയൊരു മാറ്റം. ഇവിടെയൊക്കെ സത്യത്തിൽ മാർക്സിസം പഠിച്ചിട്ടാണോ സുനിലെ ആളുകൾ മാർക്സിസ്റ്റുകളായത്? അതിന് ഏറ്റവും വലിയ സഹായം ചെയ്തത് KPSC എന്ന് പറഞ്ഞ നാടക സംഘമായിരുന്നു. നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നാടകവും. ഇങ്ങനത്തെ ഈ സാംസ്കാരിക രംഗത്തെ പരിപാടികൾ കുറേയൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ടുണ്ട്. ആ രംഗത്ത് ഒരു വലിയ മുന്നേറ്റം ആവശ്യമുണ്ട്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. ഏതായാലും ടൈഗർ രാജാ സിംഗ് പറഞ്ഞത് ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.